ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1000 ആണ്ട് വാഴ്ചയുടെ അനുഗ്രഹങ്ങൾ. യെശയ്യാവ് 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് യെശയ്യാവിന്റെ പ്രവചനം. 1000 ആണ്ട് വാഴ്ചയെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കാണിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. വെളിപ്പാട് 21 അധ്യായത്തിൽ കാണപ്പെടുന്ന പുതിയ ഭൂമി പുതിയ ആകാശമല്ല, അത് നിത്യം. പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ യെരൂശലേം എന്ന നിത്യം സ്ഥാപിക്കപ്പെടുമ്പോൾ പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് 66:22 പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി എന്നത് ഇനി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ ആകാശം ഭൂമി എന്നതിനെ കുറിച്ച് ബൈബിളിൽ പഠിക്കുമ്പോൾ ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആകാശവും ഭൂമിയും ആണ് എന്ന് കാട്ടുന്നു. ആകാശത്തിൽ ദൈവദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. ഇയ്യോബ് 38:4 ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക എന്ന് എഴുതിയിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38:7 പ്രഭാത നക്ഷത്രങ്ങൾ, അതായത് ദൈവദൂതന്മാർ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ എന്ന് നമുക്ക് കാണാം. എന്തായാലും ആകാശത്തിൽ ദൈവദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടു. ഭൂമിയെ അവർ അടിസ്ഥാനമിട്ടതായി നമുക്ക് മനസ്സിലാക്കാം. ആകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവദൂതന്മാർക്ക് പരീക്ഷാകാലം വെച്ചപ്പോൾ പല കൂട്ടക്കാരും വീണുപോയി എന്ന് യെശയ്യാവ് 14 യെഹെസ്കേൽ 28 യൂദാലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് നാം അധികമായി കേട്ടിട്ടുണ്ടാകും. ഈ ദൈവദൂതന്മാരുടെ വീഴ്ചയുടെ ഫലമായി ഭൂമി പാഴും ശൂന്യത ഇരുൾ എന്നീ അവസ്ഥയിലേക്ക് പോയി എന്ന് ഉൽപ്പത്തി 1 അധ്യായം അതിന്റെ 1 വചനത്തിൽ നിന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ സാധിക്കും. 1 വചനം എന്നത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും. അത് പാഴും ശൂന്യവും ഇരുൾ എന്ന നിലയിൽ വന്നതിന് ശേഷം രണ്ടാമതായി അതിനെ സൃഷ്ടിക്കുന്നു. രണ്ടാമതായി സൃഷ്ടിച്ചപ്പോൾ ആദ്യം വെളിച്ചമുണ്ടായി. അതിനുശേഷം പാഴും ശൂന്യവും നീങ്ങി 6 ദിവസത്തിൽ തന്നെ ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചതായി നമുക്ക് കാണാം. ഉൽപ്പത്തി 2:4 രണ്ടാമതായി ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട ചരിത്രം ഇതെല്ലാമാണ് എഴുതിയിട്ടുള്ളത്. തുടർന്ന് മനുഷ്യൻ, സ്ത്രീ എന്നിവർ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടു. അവർക്ക് വെച്ചിരുന്ന പരീക്ഷാ കാലത്തിൽ ചിലർ വീണുപോയി എന്നത് നമുക്കറിയാമല്ലോ. ഇവിടെ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഏദനിൽ അവന് വെച്ചിരുന്ന പരീക്ഷയുടെ കാലത്തിൽ അവൻ വീണുപോയി. എബ്രയർ 2:16 ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം മനുഷ്യനെ തൂക്കിയെടുക്കുന്നു. തുടർന്ന് 4000 വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. മീഖ 5:2 നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് എഴുതിയിരിക്കുന്നു. അവർ ജനിച്ചത് സത്യം, പക്ഷേ ഇസ്രയേലിനെ യാക്കോബിന്റെ കുടുംബത്തിന്റെ അധിപതിയാകുന്നത് എന്നത് ഇനിയും നിറവേറിയിട്ടില്ല. എന്തായാലും മീഖ 5:2 പറഞ്ഞ പ്രവചനം അവർ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ നിവർത്തിക്കേണ്ടതല്ല. ലൂക്കോസ് 1:32-33 വചനങ്ങളിൽ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ തിരുവചനം 1000 ആണ്ട് വാഴ്ചയിൽ അവൻ ഇസ്രയേലിനെ വാഴാൻ പോകുന്നതിനെ കാണിക്കുന്നു. വെളിപ്പാട് 11:15 ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് അന്തിക്രിസ്തുവിന്റെ വാഴ്ചയെ തകർത്ത് ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയെ സ്ഥാപിക്കുന്നു. ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഭൂമി പുതിയ ആകാശം എന്ന് യെശയ്യാവ് 66:22 എഴുതിയിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 1:1 ആദ്യം സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയുമാണ്. ഉൽപ്പത്തി 2:4 രണ്ടാമതായി സൃഷ്ടിക്കപ്പെട്ട ആകാശവും ഭൂമിയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യെശയ്യാവ് 66:22 മൂന്നാമതായി ഉണ്ടാക്കാൻ പോകുന്ന ആകാശവും ഭൂമിയും എന്ന് കാണുന്നു. ഈ മൂന്നാമതായി ഉണ്ടാക്കാൻ പോകുന്ന ആകാശവും ഭൂമിയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകം 2:14 വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ഭൂമി കർത്താവിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നത്
പറയുന്നത് എബ്രയർ 8:11 ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും എന്ന് എഴുതിയിരിക്കുന്നു. ഭൂമി കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞിരിക്കും എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സമയത്ത് ഈ ഭൂമിയിൽ ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു. സങ്കീർത്തനം 49:20 മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെ മനുഷ്യർ ഇരിക്കുന്നു എന്നതിനെ കാണിക്കുന്നു. സത്യദൈവത്തെ അറിഞ്ഞവർ ചിലർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ സന്തതികൾ സത്യദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. എന്നാലും ദൈവത്തിൽ പൂർണ്ണമായും നിലനിന്നില്ല. അവരെ തള്ളി പുതിയ നിയമത്തെ സ്ഥാപിച്ചാലും പെന്തക്കോസ്ത് നാളിനു ശേഷം ചിലർ മാത്രമേ സത്യദൈവത്തെ അറിഞ്ഞുള്ളൂ. ഇവിടെ 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാവരും ദൈവത്തെ അറിയും. 1000 ആണ്ട് വാഴ്ചയിൽ കാണപ്പെടുന്ന എല്ലാവരും ദൈവത്തെ മുഴുവനായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരെ നമസ്കരിക്കാൻ യെരൂശലേമിലേക്ക് വരും എന്ന് സെക്കര്യാവിന്റെ പുസ്തകം 14:16 പറയുന്നു. അത് ഇങ്ങനെയാണ്: എന്നാൽ യെരൂശലേമിനു നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഈ തിരുവചനത്തിൽ സകല ജാതികൾ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. വെളിപ്പാട് 11:13 പ്രകാരം യെരൂശലേമിന് വിരോധമായി വന്ന സകല ജാതികളും ദൈവത്തെ മഹത്വപ്പെടുത്തി 1000 ആണ്ടിൽ വരുന്നു. ഇസ്രയേൽ ജനങ്ങൾ അധികമായും സകല ജാതികൾ കുറവായും ഇവർ ഇണഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കും. യെശയ്യാവിന്റെ 35:8 അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാവരും വിശുദ്ധന്മാരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ വെളിപ്പാട് 20:1-2 വചനം പ്രകാരം മഹാസർപ്പത്തെ, അതായത് പിശാചിനെ പാതാളത്തിൽ അടച്ചിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വിശുദ്ധിയായി ജീവിക്കും. ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള സത്യങ്ങളാണ്. 1000 ആണ്ടിൽ എല്ലാവരും ദൈവത്തെ അറിയും. ദൈവത്തെ അറിഞ്ഞ് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവരും വിശുദ്ധിയായി ജീവിക്കും. യെശയ്യാവ് 33:24 എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല എന്ന് പറയുന്നു. 1000 ആണ്ടിൽ വ്യാധികൾ, ബലഹീനതകൾ എന്നതില്ല. യെശയ്യാവ് 35:5-6 1000 ആണ്ടിൽ കുരുട്, ചെകിടർ, മുടന്തർ, ഊമർ എന്നിവർ ഇല്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ വ്യാധിയില്ലയോ അതുപോലെ കുരുടർ, ചെകിടർ, മുടന്തർ, ഊമർ അവിടെ ഇല്ല. ഈ വ്യാധി എന്നത് രോഗശാന്തിയുടെ വരത്തോട് ഇണഞ്ഞിരിക്കുന്നു. കുരുടർ, ചെകിടർ, മുടന്തർ, ഊമർ എന്നത് അത്ഭുതങ്ങൾ ചെയ്യും വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമായതിനെ മൂടിവെക്കാതെ യേശു അതിനെ വെളിപ്പെടുത്തുന്നു. അതേ സമയത്തിൽ 12 വയസ്സ് ബാല മരിച്ചതിനെ ജീവനോടെ എഴുന്നേൽപ്പിക്കുന്നതിനെ ഇത് ആരോടും പറയരുത് എന്ന് കൽപ്പന കൊടുക്കുന്നു. 12 വർഷം രക്തസ്രാവം എന്നത് വ്യാധി സൗഖ്യമാക്കുന്നു. 12 വയസ്സ് ബാല ജീവനോടെ എഴുന്നേൽപ്പിക്കുന്നത് അത്ഭുതം. ഇതിനെ ലൂക്കോസ് 8:43 നിന്ന് നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 12:9 രോഗശാന്തിയുടെ വരമെന്നും 1 കൊരിന്ത്യർ 12:10 വീര്യപ്രവർത്തികൾ എന്നും 2 ഭാഗമായി എഴുതിയിരിക്കുന്നു. രോഗശാന്തിയുടെ വരം വേറെ, വീര്യപ്രവർത്തികളുടെ വരം വേറെ. 1000 ആണ്ട് വാഴ്ചയിൽ വ്യാധിയില്ല എന്നത് ഇപ്പോൾ രോഗശാന്തിയുടെ വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ കുരുട്, ചെകിടർ, മുടന്തർ, ഊമർ ഇല്ല എന്നത് ഇപ്പോൾ ഉള്ള വീര്യപ്രവർത്തികൾ ചെയ്യും വരത്തോടെ ഇണഞ്ഞിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലെ വ്യാധിയില്ല എന്നതും മുടന്തർ, കുരുടർ, ചെകിടർ, ഊമർ ഇല്ല എന്നതിനെ കുറിച്ചുമുള്ള സത്യങ്ങളാണ്. മീഖ 4:3 1000 ആണ്ട് വാഴ്ചയിൽ പക, വിരോധങ്ങൾ, പിണക്കങ്ങൾ, യുദ്ധങ്ങൾ ഇല്ല എന്ന് കാണുന്നു. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്കു നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിപ്പിക്കുകയുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യർ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു മനസ്സോടെ ഒന്നായിരിക്കുന്നത് ഒരു പുതിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ്? യെശയ്യാവ് 11:6-7-8 വചനങ്ങളിൽ നമുക്ക് കാണാം.
ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും എന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യർ ഒരു മനസ്സോടെ ഐക്യത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഐക്യമായിരിക്കുന്നത്. ഏദെൻ തോട്ടത്തിൽ ആദാം ഹവ്വയോട് എല്ലാ ജീവജന്തുക്കളും ഒരുമിച്ച് ഐക്യമായിരുന്നല്ലോ. ഇത് ഇനി ഉണ്ടാക്കാനിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമുക്ക് കാണാം. അവസാനമായി 1000 ആണ്ടിൽ വലിയ പുഷ്ടിയുണ്ടാകും. യെശയ്യാവ് 35:1 മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും എന്ന് എഴുതിയിട്ടുണ്ട്. എബ്രയർ 2:5 ഇനി വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു. ഇതാണ് 1000 ആണ്ട് വാഴ്ച, ഇനി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ആകാശം പുതിയ ഭൂമി. ഇതിനെ എതിരേറ്റ് നോക്കാം, അതിനെ കണ്ട് പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.